नमस्ते। सब कैसे हो? ठीक है ना? കഴിഞ്ഞ ക്ലാസ്സുകളിൽ സുമിത്രാനന്ദൻ പന്തിൻ്റെ നൗകാവിഹാർ എന്ന കവിതയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ അടുത്ത കുറച്ച് ഭാഗം പറയുന്നു. അപ്പം അതിന് മുൻപായി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഒന്നുകൂടി പറഞ്ഞതിന് ശേഷം ബാക്കി ഭാഗം നമുക്ക് തുടർന്ന് പഠിക്കാം. അപ്പോൾ ഇവിടെ കവി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഒരു വേനൽക്കാലത്ത് ഗംഗാനദിയിലൂടെ നടത്തിയ തോണിയാത്രയുടെ വർണ്ണനയാണ് ഈ കവിത. ഗംഗാനദിയെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. ഗംഗാനദിയെക്കുറിച്ച് കവി പറയുന്നത്, നിലാവ് പരന്നൊഴുകുന്ന രാത്രിയിൽ ഗംഗാനദി സുന്ദരിയായ ഒരു യുവതിയെപ്പോലെ ആ നിലാവിൽ ആ ഗംഗാനദിയുടെ മണൽപ്പരപ്പിൽ വിശ്രമിക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ വിശ്രമിക്കാനെന്ന വണ്ണം കിടക്കുകയാണ്. വളരെ മെലിഞ്ഞ് സുന്ദരിയായിരിക്കുന്നു ഗംഗ. ആ നിലാവ് പരന്നൊഴുകുന്ന രാത്രിയിൽ അങ്ങനെ കാണുന്ന ഗംഗാനദിയെ ഒരു താപസ കന്യകയായി കവിക്ക് തോന്നുകയാണ്. പിന്നെ ഗംഗാനദിയുടെ ചെറിയ ഓളങ്ങൾ, ആ ഓളങ്ങൾ ഗംഗാനദിയുടെ വസ്ത്രത്തിലെ ഞൊറിവുകളായി കവിക്ക് അനുഭവപ്പെടുന്നു. പിന്നെ അതിനുശേഷം ഗംഗാനദിയിലൂടെ തോണിയാത്ര ആരംഭിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നിലാവ് പരന്നൊഴുകുന്ന രാത്രിയുടെ ആദ്യ യാമം, കവിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കൂടെ തോണിയെടുക്കുന്നു, നദിയിലൂടെ യാത്ര ആരംഭിക്കുന്നു. അപ്പോൾ ഗംഗാനദിയുടെ ആ മണൽപ്പരപ്പ് ഇങ്ങനെ മുത്തുച്ചിപ്പി കണക്കെ ആ നിലാവിൽ മിന്നി മിന്നി നിൽക്കുന്നു. കവിയും സുഹൃത്തുക്കളും കൂടെ തോണിയിൽ നദിയിലേക്ക് ഇറങ്ങുന്നു, യാത്ര ആരംഭിക്കുന്നു. അവരുടെ ആ തോണി, ആ നൗക മന്ദം പതുക്കെ മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു. അപ്പോൾ ആ നൗക, ആ വഞ്ചി ഒരു ഹംസത്തെ പോലെ, ഒരു അരയന്നത്തെ പോലെ കവിക്ക് തോന്നുകയാണ്. അതുമാത്രമല്ല, ആ വഞ്ചിയുടെ ഇരുവശത്തുമുള്ള പായ, അത് ആ വഞ്ചിയുടെ, അല്ലെങ്കിൽ അരയന്നമാകുന്ന ആ വഞ്ചിയുടെ ചിറകുകളായി അദ്ദേഹം സങ്കല്പിക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതുവരെ ഇളകാതെ കിടക്കുകയായിരുന്ന ആ ഗംഗാനദിയിലെ വെള്ളത്തിൽ, കണ്ണാടി പോലെ തെളിഞ്ഞു കാണുന്ന ആ നിലാവുള്ള ആ ഒരു രാത്രിയിൽ ഗംഗാനദിയിൽ ഈ മണൽപ്പരപ്പുകൾ, ഈ മണൽത്തിട്ടയുടെ പ്രതിബിംബം അതിൽ തെളിഞ്ഞു കാണുന്നു. അപ്പോൾ ആ മണൽത്തിട്ടയ്ക്ക് ഇരട്ടി ഉയരം ഉള്ളതുപോലെ കവിക്ക് അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ കവി താമസിച്ചിരുന്ന കാലാകാങ്കർ എന്ന കൊട്ടാരം, ആ കൊട്ടാരത്തിൻ്റെ പ്രതിബിംബവും ഈ ഗംഗാനദിയിലെ വെള്ളത്തിൽ കാണാനുണ്ട്. അപ്പോൾ അത്രയും മനോഹരമായ, വളരെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന
ആ ഒരു സമയത്ത് അദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം തോണിയിൽ യാത്ര ചെയ്യുകയാണ്. ഇത്രയും ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഇനി അതിനുശേഷമുള്ള അടുത്ത ഭാഗം ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇനി കവി പറയുന്നത്, पलकों में वैभव स्वप्न सघन, नौका से उठती जल हिलोर, हिल पड़ते नभ के ओर चोर, विस्फारित नयनों से निश्चल, कुछ खोज रहे चल तारक दल, ज्योतित कर नभ का अंधस्थल, जिनके लघु दीपों को चंचल, अंचल की ओट किए अविरल, फुर्तीम लहरें लुक छिप पल पल, सामने शुक्र की छवि छलमल, पैरती परी सी जल में कल, रुपहरे कच्चों में ही ओछल, लहरों के घूंघट से छुक छुक, दशमी का शशि निज तिर्यक मुख, दिखलाता मुग्धा सा रुक रुक. ഇവിടെ സുമിത്രാനന്ദൻ പന്ത് ഇനി പറയുന്നത്, പൽക്കോ മേം വൈഭവ് സ്വപ്ന സഖൻ, നൗകാസെ ഉഠത്തീം ജൽ ഹിലോർ. കവിയും സുഹൃത്തുക്കളും തോണിയിൽ കയറി യാത്ര ആരംഭിച്ചു. തോണി അങ്ങനെ ഒരു ഹംസം, ഒരു അരയന്നത്തെ പോലെ ചിറക് വിരിച്ച് അങ്ങനെ ആ വെള്ളത്തിലൂടെ മുന്നോട്ടിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നൗകാസെ ഉഠത്തീം ജൽ ഹിലോർ, ആ വഞ്ചി അല്ലെങ്കിൽ ആ നൗക അങ്ങനെ മുന്നോട്ട് ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന ജൽ ഹിലോർ, ഓളങ്ങൾ. ആ ഓളങ്ങൾ ഹിൽ പടുത്തെ നഭക്കെ ചോർ ഓർ ചോർ, ആ ഓളങ്ങളിൽ നഭക്കെ ഓർ ചോർ, ആകാശത്തിൻ്റെ അറ്റം വരെ ഹിൽ പടുത്തെ ഇളകുന്നതായി അനുഭവപ്പെടുന്നു. അപ്പോൾ വെള്ളം അനങ്ങാതെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ തോണി മുന്നോട്ട് സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ വെള്ളം ചെറുതായി ഇളകാൻ തുടങ്ങി. അപ്പോൾ ആ ഇളകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഹിലോർ, ചെറിയ ചെറിയ ഓളങ്ങൾ ഉണ്ടായി. ആ ഓളങ്ങളിൽപ്പെട്ട് നഭക്കെ ഓർ ചോർ, അപ്പോൾ ആകാശത്തിൻ്റെ പ്രതിബിംബം ആ വെള്ളത്തിൽ പതിഞ്ഞ് കാണാനുണ്ട്. അപ്പോൾ വെള്ളം ഇളകിയപ്പോൾ, ആ ചെറിയ ഓളങ്ങൾ വെള്ളത്തിൽ ഉണ്ടായപ്പോൾ ആകാശത്തിൻ്റെ ഓർ ചോർ, അറ്റം വരെ ഹിൽ പടുത്തെ ഇളകുന്നതായി കവിക്ക് അനുഭവപ്പെട്ടു. അതായത് ആ വെള്ളം ഇളകിയപ്പോൾ ആകാശത്തിൻ്റെ പ്രതിബിംബം ആ വെള്ളത്തിൽ കാണുന്നുണ്ടല്ലോ, അപ്പോൾ അതും ഇളകി. അപ്പോൾ ആകാശത്തിൻ്റെ അറ്റം വരെ ഇളകുന്നതായി തോന്നി. വിസ്ഫാരിത് നയനോം സേ നിശ്ചൽ, കുച്ച് ഘോച്ച് രഹേ ചൽ താരക് ദൽ. ഇനി മാത്രമല്ല, വിസ്ഫാരിത് നയനോം സേ, വിസ്ഫാരിത് നയനോം സേ, വിസ്മയിപ്പിക്കുന്ന കണ്ണുകളാൽ, അത്ഭുതം പൂണ്ട അല്ലെങ്കിൽ വിസ്മയം തോന്നിപ്പിക്കുന്ന കണ്ണുകളാൽ ആകാശത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്ന താരക് ദൽ, നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങൾ, കുച്ച് ഘോച്ച് രഹേ, എന്തോ തിരയുന്നതായി, ഗംഗാനദിയിലെ എന്തോ തിരയുന്നതായി, അന്വേഷിക്കുന്നതായി കവിക്ക് തോന്നി. ജ്യോതിത് കർ നഭുക്ക അന്തരാൾ, ആ നക്ഷത്രങ്ങൾ നഭുക്ക അന്തരാൾ, ആകാശത്തിൻ്റെ അന്തരംഗത്തെ അല്ലെങ്കിൽ ആകാശത്തിൻ്റെ അന്തരാളങ്ങളെ ജ്യോതിത് കർ, പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ നക്ഷത്രക്കൂട്ടങ്ങൾ ആകാശത്തിൻ്റെ അന്തരംഗത്തെ, അന്തരാളത്തെ
പ്രകാശിപ്പിച്ച് വിസ്മരിപ്പിക്കുന്ന കണ്ണുകളാൽ താഴെ ഗംഗാനദിയിൽ കുച്ച് ഘോച്ച് രഹേ എന്തോ തിരയുന്നതായി കവിക്ക് അനുഭവപ്പെട്ടു. ജിൻകെ ലഘുദീപോം കോ ചഞ്ചൽ അഞ്ചൽ കി ഓട്ട് കിയെ അവിരൽ ഫിർത്തീം ലഹരേം ലുക് ചിപ് പൽ പൽ. ജിൻകെ ലഘുദീപോം കോ ചഞ്ചൽ അഞ്ചൽ കി ഓട്ട് കിയെ അവിരൽ. ഇനി ആ നക്ഷത്രങ്ങൾ ഗംഗാനദിയുടെ അഞ്ചൽ വസ്ത്രത്തിൽ ഒളിച്ച് ഇരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ദീപങ്ങളായി കവിക്ക് അനുഭവപ്പെടുകയാണ്. മാത്രമല്ല, ആ നക്ഷത്രങ്ങൾ ഗംഗാനദിയുടെ വസ്ത്രത്തിൽ ആ ചെറിയ ദീപങ്ങളാകുന്ന നക്ഷത്രങ്ങൾ ഗംഗാനദിയുടെ വസ്ത്രത്തിൽ ഇങ്ങനെ ഒളിച്ചിരുന്ന് ലുക്ക് ചിപ്പ് പൽപ്പൽ ഇങ്ങനെ കണ്ണുപൊത്തി കളിക്കുന്നതായിട്ട് കവിക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ ആകാശത്ത് നിറയെ നക്ഷത്രങ്ങൾ നിൽക്കുന്നു. ആ നക്ഷത്രങ്ങൾ ഇങ്ങനെ പ്രകാശം ചൊരിഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ ആ നക്ഷത്രങ്ങൾ ഗംഗാനദിയുടെ അഞ്ചൽ വസ്ത്രത്തിൽ തുന്നിപ്പിടിപ്പിച്ച മുത്തുകളായിട്ട് കവിക്ക് തോന്നുന്നു. ആ മുത്തുകൾ ഇങ്ങനെ ഈ വെള്ളം ഇളകുന്നതിനനുസരിച്ചിട്ട് അവയുടെ പ്രതിബിംബവും ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവ ഗംഗാനദിയുടെ വസ്ത്രത്തിൽ ഒളിച്ച് ഇങ്ങനെ ലുക്ക് ചിപ്പ് പൽപ്പൽ ഓരോ നിമിഷവും ഇങ്ങനെ ലുക്ക് ചിപ്പ് ഒളിച്ചു കളിക്കുന്നതായി. ഇത് അങ്ങനെ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ ആ പ്രതിബിംബം ഗംഗാനദിയുടെ വസ്ത്രത്തിൽ ഒളിച്ചിരുന്നിങ്ങനെ കണ്ണുപൊത്തി കളിക്കുന്നതായി കവിക്ക് തോന്നുന്നു. സാമ്നെ ശുക്ര കി ഛവി ഝൽമൽ പൈർത്തി പരീസി ജൽമേം കൽ രുപ്പഹരെ കച്ചോമേം ഹി ഓച്ചൽ. സാമ്നെ ശുക്ര കി ഛവി ഝൽമൽ. ഇനി ആകാശത്ത് ശുക്ര കി ഛവി, ശുക്രനക്ഷത്രത്തിൻ്റെ ഛവി, ശോഭ. അപ്പോൾ ആകാശത്ത് ശുക്രനക്ഷത്രം ഇങ്ങനെ നല്ല പ്രഭ ചൊരിഞ്ഞ് നല്ല വെളിച്ചം ചൊരിഞ്ഞ് നിൽക്കുന്ന നക്ഷത്രമാണ് ശുക്രനക്ഷത്രം. അപ്പോൾ ആ ശുക്രനക്ഷത്രത്തിൻ്റെ ആ ഛവി, പ്രതിബിംബം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വെളിച്ചം, അതിൻ്റെ ഒരു തിളക്കം, അതിൻ്റെ ആ പ്രതിബിംബം ഗംഗാനദിയിലെ ജലത്തിൽ കേളി, ഇങ്ങനെ കേളി അഥവാ ജലക്രീഡ നടത്തുന്ന പരി അപ്സരസിൻ്റെ രുപ്പഹരെ കച്ചോമേം ഹി ഓച്ചൽ. അപ്സരസിൻ്റെ മുടിയിഴകളായി, ആ മുടിയിഴകളിൽ മറഞ്ഞിരിക്കുന്ന മുഖമായി കവിക്ക് തോന്നുകയാണ്. ആകാശത്ത് ശുക്രനക്ഷത്രം തെളിഞ്ഞു നിൽക്കുന്നു. ആ ശുക്രനക്ഷത്രത്തിൻ്റെ ശോഭ, അതിൻ്റെ വെളിച്ചം ഗംഗാനദിയിൽ പ്രതിഫലിക്കുന്നു. അപ്പോൾ ആ വെളിച്ചത്തിൽ ഗംഗാനദിയിൽ ജലക്രീഡ നടത്തുന്ന പരി അപ്സരസിൻ്റെ മുടിയിഴകളാൽ ഓച്ചൽ മറയുന്ന അപ്സരസിൻ്റെ മുഖമായിട്ട് കവിക്ക് അനുഭവപ്പെടുകയാണ്. അപ്പം ആ ശുക്രനക്ഷത്രത്തെ ഇങ്ങനെ ഗംഗാനദിയിൽ ജലക്രീഡ നടത്തുന്ന അപ്സരസിൻ്റെ മുഖം, ആ മുഖം മുടിയിഴകളാൽ മറയുന്ന മുഖമായി കവിക്ക് തോന്നുന്നു. ലഹരോം കെ ഗുംഘട്ട് സേ ചുക് ചുക് ദശമി കാ ശശി നിജ തിര്യക് മുഖ് ദിഖലാത്ത മുഗ്ധ സ രുക് രുക്. പിന്നെ ലഹരോം കെ ഗുംഘട്ട് സേ, ലഹരോം കെ ഗുംഘട്ട്, ഗംഗാനദിയിൽ ഉണ്ടാകുന്ന ലഹർ, ഓളങ്ങൾ. ആ ഓളങ്ങൾ ഇങ്ങനെ
ചന്ദ്രൻ്റെ പ്രതിബിംബത്തെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വെള്ളം ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രൻ്റെ പ്രതിബിംബവും അതിലിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, ദശമി കാ ശശി നിജ തിര്യക് മുഖ് ദിഖലാത്ത മുഗ്ധാസ രുക് രുക്. അങ്ങനെ കാണുന്ന ആ ചന്ദ്രൻ്റെ മുഖം, സുന്ദരമായിരിക്കുന്ന ചന്ദ്രൻ്റെ മുഖം, നാണം കുണുങ്ങിയായിട്ടുള്ള ഒരു പെണ്ണിനെ പോലെ കവിക്ക് തോന്നുന്നു. അവൾ നാണം കൊണ്ട് മുഖം മറച്ചു നിൽക്കുന്നതായിട്ടും കവി സങ്കല്പിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഈ വരികളൊന്ന് പറയാം. പൽക്കോ മേ വൈഭവ് സ്വപ്ന സഖൻ നൗക സേ ഉഠത്തി ജൽ ഹിലോർ. നൗക, തോണി മുന്നോട്ട് സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ ജൽ ഹിലോർ, ഗംഗാനദിയിലെ ജലം തോണി മുന്നോട്ട് പോവാൻ തുടങ്ങിയപ്പോൾ ഇളകുന്നു. അപ്പോൾ അതിൽ ചെറിയ ചെറിയ ഓളങ്ങൾ ഉണ്ടാകുന്നു. ഹിൽ പടുത്തേ നഭക്കെ ഓർ ചോർ. ആ ഓളങ്ങൾ ചെറുതായി അങ്ങനെ ഇളകി കഴിഞ്ഞപ്പോൾ അവിടെ ആ വെള്ളത്തിൽ പ്രതിബിംബിച്ചിരുന്ന ആകാശത്തിൻ്റെ അറ്റം പോലും ഇളകുന്നതായി കവിക്ക് തോന്നുന്നു. വിസ്ഫാരിത് നയനോം സേ നിശ്ചൽ കുച്ച് ഘോജ് രഹേ ചൽ താരക് ദൽ. മാത്രമല്ല, ആകാശത്ത് മിന്നിത്തിളങ്ങി നിന്നിരുന്ന താരക് ദൽ, നക്ഷത്രങ്ങളുടെ കൂട്ടം, ഇങ്ങനെ വിസ്ഫാരിത് നയനോം സേ, വിസ്മയിപ്പിക്കുന്ന കണ്ണുകളാൽ എന്തോ ഘോജ് രഹേ, തിരയുന്നതായി തോന്നി. ജ്യോതിത് കർ നഭക അന്തരാൾ. അപ്പോൾ ആകാശത്തിൻ്റെ അന്തരംഗം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ വിസ്മയിക്കുന്ന കണ്ണുകളാൽ ഗംഗാനദിയിൽ എന്തോ അന്വേഷിക്കുന്ന പോലെ തോന്നി. ജിൻകെ ലഘുദീപോം കോ ചഞ്ചൽ അഞ്ചൽ കി ഓട്ട് കിയെ അവിരൽ ഫുർത്തീം ലഹരേം ലുഖ് ചിപ്പ് പൽ പൽ. പിന്നെ അത് മാത്രമല്ല, ആകാശത്ത് മിന്നിത്തിളങ്ങി നിന്നിരുന്ന ആ നക്ഷത്രങ്ങളാകുന്ന ദീപങ്ങൾ ഗംഗാനദിയുടെ വസ്ത്രങ്ങളിൽ ഒളിച്ചിരുന്ന് എന്തോ കണ്ണുപൊത്തി കളിക്കുന്ന പോലെ തോന്നിച്ചു. അതായത് ഈ നദിയിലെ വെള്ളമിളകിയപ്പോൾ ഓളങ്ങളുണ്ടാകുന്നു. അപ്പോൾ ആ ഓളങ്ങളിൽപ്പെട്ട് ഈ ആകാശത്തിൻ്റെ പ്രതിബിംബം മൊത്തം ഇളകുകയാണ്. അപ്പോൾ ആ ആകാശത്തുണ്ടായിരുന്ന നക്ഷത്രങ്ങളും ആ ഓളങ്ങളിൽ ഇങ്ങനെ ഇളകി കളിക്കുന്നു. അപ്പോൾ കവിക്ക് തോന്നുകയാണ്, ആ നക്ഷത്രങ്ങൾ ഗംഗാനദിയുടെ വസ്ത്രങ്ങളിൽ ഒളിച്ചിരുന്ന് എന്തോ കണ്ണുപൊത്തി കളിക്കുന്ന പോലെ തോന്നിച്ചു. സാമനെ ശുക്ര കി ഛവി ജൽമൽ പൈർത്തി പരീസി ജൽമേം കൽ രുപഹരെ കച്ചോമേം ഹി ഓച്ചൽ. ഇനി ആകാശത്ത് ശുക്രനക്ഷത്രം അങ്ങനെ പ്രഭ ചൊരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ആ ശുക്രനക്ഷത്രത്തിൻ്റെ പ്രഭ അല്ലെങ്കിൽ ശോഭ കണ്ടപ്പോൾ, ആ ശോഭ അല്ലെങ്കിൽ അതിൻ്റെ ശുക്രനക്ഷത്രത്തിൻ്റെ ആ വെളിച്ചം ഗംഗാനദിയിൽ പതിച്ചപ്പോൾ ആ ശുക്രനക്ഷത്രം ഒരു അപ്സരസിനെ പോലെ കവിക്ക് തോന്നുകയാണ്. മാത്രമല്ല, ആ അപ്സരസ് ജലക്രീഡ നടത്തുന്നതായിട്ടും കവിക്ക് തോന്നുന്നു. പിന്നെ അത് മാത്രമല്ല, ലഹരോം കെ ഗുംഘട്ട് സേ ജുക് ജുക് ദശമി കാ ശശി നിജ തിര്യക് ദിഖ്ലാത്ത മുക്താസ രുക് രുക്. ആ ഓളങ്ങളിൽ, ഗംഗാനദിയുടെ ഓളങ്ങളിൽ ഈ ചന്ദ്രൻ്റെ മുഖം, ആകാശത്ത് നിൽക്കുന്ന ചന്ദ്രൻ്റെ മുഖം അങ്ങനെ പ്രതിബിംബിച്ച് കാണുന്നു. അപ്പോൾ നാണം കുണുങ്ങിയായ ഒരു നായികയുടെ മുഖം പോലെ കവിക്ക് അനുഭവപ്പെടുന്നു. നാണം കൊണ്ട് ആ നായിക മുഖം മറയ്ക്കുന്നതായിട്ട് കവി സങ്കല്പിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു കുറച്ച് വരികളുടെ ആശയം. അപ്പോൾ ഇവിടെ ആ ഗംഗാനദിയിലെ നിലാവ് പരന്നൊഴുകുന്ന ആ മനോഹരമായ ദൃശ്യത്തെ കവി ഒരു സുന്ദരിയായ
യുവതിയോട് ഉപമിച്ചുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. നിലാവ് പരന്നൊഴുകുന്ന ഗംഗാനദിയും ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങളും അവയുടെ പ്രതിബിംബവും എല്ലാം ഗംഗാനദിയിൽ വന്ന് പ്രതിബിംബിക്കുന്നു. അപ്പോൾ കവിയുടെ മനസ്സിലുണ്ടാകുന്ന വിചാരങ്ങളാണ് ഈ ഒരു ഭാഗത്ത് ഇത്രയും വരികളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഇതുവരെ എടുത്ത് അവസാനിപ്പിക്കാം ഈ ഒരു ഭാഗം. ഇനി ഇതിൻ്റെ അവശേഷിക്കുന്ന കുറച്ച് ഭാഗം കൂടിയുണ്ട്. അത് വരും ക്ലാസ്സുകളിൽ തുടർന്ന് പഠിക്കാം. അപ്പോൾ ഇന്ന് തൽക്കാലം നമുക്ക് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഇതിൻ്റെ തുടർച്ച, ഇതിൻ്റെ ബാക്കി ഭാഗം പഠിക്കാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ധന്യവാദം.